ഞാൻ എങ്ങനെ നിങ്ങളെ വിശ്വസിക്കും? നിങ്ങൾ 5 പേര് മാത്രം പറയൂ, ഞാൻ സ്കൂളിലേക്ക് കയറണോ അതോ തിരിച്ചു പോണോ? എപ്പോഴും ബോൾഡായിട്ട് നിൽക്കും. എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ ഉത്തരം മുട്ടിച്ചോളായി. ഇപ്പൊ നാട് മുഴുവൻ അവളെ അറിയും. അവളെ എന്തെങ്കിലും ചെയ്താ നമ്മളെ ഇമേജ് കൂടി പോയി കിട്ടും. അതുകൊണ്ട് ആലോചിച്ച് വേണം കാര്യങ്ങൾ നീക്കാൻ. എന്താടാ, അന്ന് ഞാൻ നിന്നെ അടിച്ചു, ഇന്ന് നീ അതിന് പകരം ചോദിക്കാൻ നടക്കുക. നിന്റെ കണ്ണ് സംസാരിക്കുന്നത് എന്റെ കാതൽ കേൾക്കുന്നുണ്ടടാ. ടീച്ചർ എന്നെയും ഒരു പാഠം പഠിപ്പിച്ചു. ഇനി നമ്മൾ എന്തെങ്കിലും ചെയ്താൽ നമ്മളെ അവൾ ജീവിതത്തിൽ പിന്നെ മറക്കരുത്. പക്ഷെ അതിനു മുമ്പായി അവൾ ആര്, അവളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, എല്ലാം നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലായി. നിങ്ങളാണ് എല്ലാം ചെയ്യിക്കുന്നതിന് ഏറ്റവും മുന്നേ മനസ്സിലായി. എതിർത്ത ഏറ്റവും ഇപ്പോ കോടതി വഴി തെണ്ടി തിരിഞ്ഞ് നടക്കുക. നിങ്ങൾ നിർത്തിക്കോ, ഇല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയും. അങ്ങോട്ട് നോക്ക്. അതെന്താ സംഭവം? कैसे हो आप? मैं ठीक हूँ। बाकी सब काम कैसे जा रहा है? All fine. और सब कुछ ठीक है? Yes. ठीक है मैम. You please carry on. എടോ, അവനെ പിടിച്ചാൽ എല്ലാം അറിയാൻ സാധിക്കും. പോയി പിടിക്കടോ അവനെ. സെങ്ജി നടക്കുന്നത് തന്നെ ഓടുന്ന സ്പീഡിലാ. ഈ സ്ത്രീ ആരാണെന്ന് അറിയോ നിങ്ങൾക്ക്? അവരുമായിട്ട് നിങ്ങൾക്ക് എന്താ ബന്ധം? അവരെ എവിടുന്നാ വന്നിരിക്കുന്നേ? मुझे मलयालम नहीं आता है. അത് ശരി. മുझे ഹിന്ദി നഹി ആത്താ ഹേ. എടോ, പോയി ഇത് അറിയാവുന്നവരെ വിളിച്ചോണ്ട് വാ. ഇവിടെ ആർക്കാണോ ഹിന്ദി പോയിട്ട് വാ. ഹിന്ദി എവിടാ ഹിന്ദി? मुझे देखा तो है जलदोषम है. വാദം അടിക്കാൻ ഇങ്ങോട്ട് വാടാ. എന്തിനാ ചെറിയ ചെറുക്കനെ കൂട്ടി വന്നിരിക്കുന്നത്? സാറേ, ഇത് നമ്മുടെ പാനിപൂരി കടക്കാരന്റെ മോനാ. നന്നായിട്ട് ഹിന്ദി സംസാരിക്കും. നോക്കിയേ, പാനിപൂരി പോലെ ഇരിക്കുന്നു. ഉമ്മ. नमस्ते सर जी. नमस्ते. എങ്ങനെയുണ്ട്? मुझे हिंदी मालूम है साहब. ഞാൻ പറയുന്ന കാര്യങ്ങൾ അയാളോട് ചോദിക്കും. उन्होंने मुझसे पूछा पहले आपके एचएम किधर काम कर रहे थे. मैडम महान और शक्तिशाली है. इंडियन आर्मी में लेफ्टिनेंट कर्नल है. എച്ച് എം മിലിറ്ററിയിൽ വലിയ ഓഫീസർ ആയിരുന്നു സാർ. മിലിറ്ററിയിലോ?